നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ എസ്എഫ്ഐ നടത്തിയ എജിസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ CMS സ്കൂൾ പരിസരത്ത് നിന്നാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന എജിസ് ഓഫീസിലേക്കുള്ള മാർച്ച് ആരംഭിച്ചത്. എജിസ് ഓഫീസ് കവാടത്തിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം തുടങ്ങി. ഇതിനിടെ ചില വിദ്യാർത്ഥികൾ ബാരിക്കേഡിന് മുകളിലൂടെ എജിസ് കോമ്പൗണ്ടിലേക്ക് കടന്നതിനെ തുടർന്നുണ്ടായ സംഘർഷാന്തരീക്ഷത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതോടെ വിദ്യാർത്ഥികൾ ബാരിക്കേഡ് പൂർണ്ണമായി മറിച്ചിട്ട് എജിസ് ഓഫീസ് അങ്കണത്തിലെത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ നഗ്നരായി നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് M. ശിവപ്രസാദ് പറഞ്ഞു. ഈ 25 ലക്ഷം കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ അനുജന്മാർ അനുജത്തിമാർ ഈ രാജ്യത്ത് ഉറക്കമൊഴിച്ച് എല്ലാം ത്യജിച്ച് അവരുടെ ജീവിതത്തെ കയ്യെത്തിപ്പിടിക്കാൻ വേണ്ടി ജീവിതത്തോട് പോരടിച്ച് പരീക്ഷ എഴുതിയവർ അവരുടെ കണ്ണീരിന് മുന്നിൽ BJPയും BJPയുടെ കേന്ദ്ര ഗവൺമെന്റും ഇനി ഏതെല്ലാം ദൈവങ്ങളെ കൂട്ടുപിടിച്ചാലും ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാർത്ഥികളുടെ കണ്ണീരിന് മുന്നിൽ വെണ്ണീറായി പോകുമെന്ന് BJPക്കാരാ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. 2 വർഷം കഠിന പ്രയത്നത്തിലൂടെ പരീക്ഷയ്ക്കൊരുങ്ങിയ രാജ്യത്തെ 22 ലക്ഷം വിദ്യാർത്ഥികളെ വഞ്ചിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്ന് പ്രതികളെ ശിക്ഷാവിധേയരാക്കിയില്ലെങ്കിൽ SFI ഏതു പ്രതിരോധവും മറികടന്ന് സമര പരിപാടികളുമായി രംഗത്ത് വരുമെന്നും ശിവപ്രസാദ് മുന്നറിയിപ്പ് നൽകി. SFI ജില്ലാ പ്രസിഡന്റ് അനസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഭിജിത്ത്, ഭാരവാഹികളായ ജിഷ്ണു സത്യൻ, നവ്യ, ആദിത്യ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിനിടെ കുഴഞ്ഞു വീണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. TCV തൃശൂർ.